guys, it's me Shahil. Welcome back to my channel Gadget Child. Guys, ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ അടിപൊളിയായിട്ടുള്ള HD ക്വാളിറ്റിയുള്ള 3D വാൾപേപ്പേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ മറ്റു കുറേ HD ക്വാളിറ്റിയുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് 3D വാൾപേപ്പേഴ്സും 4D വാൾപേപ്പേഴ്സും ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, അതിന് മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, 3D വാൾപേപ്പേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഈ ഒരു ആപ്ലിക്കേഷൻ പേരാണ് 3D വാൾപേപ്പർ പാലറ്റ്സ്. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് അടിയിലായിട്ട് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ കാറ്റഗറി കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രെൻഡിങ് പ്രീമിയം എന്ന് പറഞ്ഞ 2 കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പ്രീമിയം ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് HD ക്വാളിറ്റിയിലുള്ള 4Dയും 3D ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോന്നും പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അടിപൊളി HD ക്വാളിറ്റിയുള്ള വാൾപേപ്പേഴ്സാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഒരുപാട് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള 4D വാൾപേപ്പേഴ്സാണ് ഇവിടെ ലഭിക്കുന്നത്. പക്ഷേ എല്ലാം പെയ്ഡാണ്. എന്നാൽ നിങ്ങൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് HD ക്വാളിറ്റിയുള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 4Dയും 3D വാൾപേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് വാൾപേപ്പേഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ വാൾപേപ്പർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സെറ്റ് വാൾപേപ്പർ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ഇതുപോലെ HD ക്വാളിറ്റിയുള്ള വാൾപേപ്പേഴ്സാണ് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോസ് ചെയ്യുന്ന 3D വാൾപേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സഹായം ആവശ്യമുണ്ട്. കാരണം നമ്മളെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്രോപ്പ് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എറേസ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് എറേസ് ചെയ്യുന്നുണ്ട്, മാജിക് ഉണ്ട്, മാനുവലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ മാജിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് എറേസ് ചെയ്യാം. കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എറേസ് ചെയ്യാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സമയം എടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മേലെ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അടിയിലായിട്ട് ഒരുപാട് സ്മൂത്ത് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ 5th ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ 3D വാൾപേപ്പേഴ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഹോം പേജിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അടിയിലായിട്ട് ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 3D 4D ലെയർ കാണാൻ പറ്റും. 4D പെയ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് 3D വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാം. ഇതായിട്ട് നിങ്ങൾ 3D ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചൂസ് ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ, അതായത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാത്ത ഒറിജിനൽ ഫോട്ടോ നിങ്ങൾ ഇതിലായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒറിജിനൽ ഫോട്ടോ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങളുടെ വാൾപേപ്പർ എങ്ങനെയാണ്, ഏത് സൈസിലാണ് വേണ്ടത് അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഇവിടെ. ഇപ്പോൾ ഞാൻ അവിടെ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടി 3D ആഡ് ലെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത ആ ഒരു ഫോട്ടോ നിങ്ങളൊന്ന് ഇതിലിട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോയുടെ മേലെ നിങ്ങളുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത ഫോട്ടോ കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിൽ നിങ്ങളുടെ ഈ എറേസ് ചെയ്ത ഫോട്ടോ ആ ഒറിജിനൽ ഫോട്ടോയുടെ മേലെ നിങ്ങൾ കറക്റ്റായി കൊണ്ടുവെക്കണം. എന്നാലും മാത്രമാണ് നമുക്ക് 3D എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെക്കണം. ഇപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടിയിലായിട്ട് സേവ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ സേവ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പറിൻ്റെ 3D എഫക്റ്റ് നൽകിയിട്ടുള്ള ഒരു പ്രിവ്യൂ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.
ഓക്കെ, നിങ്ങൾക്ക് സെറ്റ് വാൾപേപ്പർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ 3D വാൾപേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് HD ക്വാളിറ്റിയുള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള HD ക്വാളിറ്റിയുള്ള 3D 4D വാൾപേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ അടിപൊളി ആപ്ലിക്കേഷനാണ്, എല്ലാവരും യൂസ് ചെയ്യുക. ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായിട്ട് ഫോളോ ചെയ്തിരിക്കുന്നു, ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.